ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഒരു പുതിയൊരു വീഡിയോയിലേക്ക് പോവുകയാണ്. GS വ്ലോഗ് പാറശാല വീഡിയോയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്ന പ്രവീണിന് ഒരു കിടിലൻ പൊതിച്ചോറുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അവൻ്റെ ഒരുപാട് ദിവസത്തെ സ്വപ്നമാണ് കേട്ടോ. അവന് ഭയങ്കര ആഗ്രഹമുള്ളതാണ് ഇലയിൽ പൊതിച്ചോറ് കഴിക്കണമെന്നുള്ളത്. അപ്പോൾ അതുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം ചോറിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. അപ്പോൾ നമ്മൾ സാധാരണ വീടുകളിലും അത് തന്നെയല്ലോ, ഫസ്റ്റ് ചോറാണല്ലോ നമ്മൾ സാധാരണ വയ്ക്കുന്നത്. ഞാനും അങ്ങനെ തന്നെ ആദ്യം അങ്ങ് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചോറ് അരിയിട്ട് കഴിഞ്ഞു. റേഷൻ അരിയാണ് കേട്ടോ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത്. അപ്പം റേഷൻ അരി ഉച്ചയ്ക്ക് മാത്രമേ ചോറ് വയ്ക്കാറുള്ളൂ. അപ്പോൾ ഉച്ചയ്ക്ക് മാത്രം ആയതുകൊണ്ട് തന്നെ കുറച്ച് അരിയിട്ട് ചെറിയൊരു കലത്തിൽ ചോറ് വെച്ചു. ഇനി നമുക്ക് കപ്പ ഉണ്ടാക്കണം. അപ്പോൾ കപ്പയും കൂടെ റെഡിയാക്കി എടുക്കണം ഇതിൻ്റെ കൂടെ. അങ്ങനെ നമുക്ക് കപ്പയിലോട്ട് പോവാം. കപ്പ കഴുകി വൃത്തിയാക്കി ഇനി കൊണ്ടുവന്ന് കണ്ടിച്ചിട്ട് ഇനി കഴുകി അരിഞ്ഞ് വൃത്തിയാക്കി നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് വേണം മീനെടുത്ത് കഴുകാൻ. അപ്പോൾ അതിനു മുമ്പായിട്ട് എനിക്ക് പറയാനുള്ള, ഞാൻ ഒറ്റയ്ക്കല്ല കേട്ടോ ഇത് ചെയ്യുന്നത്. എൻ്റെ മോളും എൻ്റെ കൂടെ കട്ടയ്ക്ക് നിൽക്കുകയാണ്. അപ്പോൾ അവളും കൂടെ ഉള്ളത് കൊണ്ട് തന്നെ എനിക്ക് കുറച്ച് എളുപ്പമായിരുന്നു കേട്ടോ. കുറച്ച് സഹായത്തിനൊക്കെ അവളുള്ളത് കൊണ്ട് എനിക്ക് നല്ലൊരു എളുപ്പമുണ്ടായിരുന്നു. അങ്ങനെ കപ്പയും നമ്മളിത് അടുപ്പിലോട്ട് വയ്ക്കുകയാണ്. ചോറ് ഏകദേശമായി കേട്ടോ ആ സമയം കൊണ്ട്. അങ്ങനെ നമ്മൾ കപ്പ അടുപ്പിൽ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് മീൻ റെഡിയാക്കണം. അപ്പോൾ ഇനി ചാളയാണ് ഇന്ന് ഞാൻ വാങ്ങിയത് ചാളയാണ്. അതിൻ്റെ കൂടെ വേറൊരു മുള്ളിൻ തലയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അങ്ങനെ ചാള കഴുകി പറക്കിയെടുത്ത് വറുക്കാമെന്ന് വിചാരിച്ചു. ഇന്ന് ചാള വറുത്തിട്ട് ആ മുള്ളൻ തലയും നമുക്ക് കറി വയ്ക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഒരു രസവും കൂടെ വെച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ തോരനും ഉണ്ട് കേട്ടോ. അപ്പം ഈ മീൻ കഴുകി എടുത്തതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് കപ്പ റെഡി ആയിട്ടുണ്ട്. ചോറും ഊറ്റിക്കഴിഞ്ഞു. അങ്ങനെ കപ്പയും ചോറും ഒക്കെ റെഡിയായ സമയം കൊണ്ട് നമുക്കിനി മീൻ വറുത്തെടുക്കാം. അങ്ങനെ മീനും വറുത്തു. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ രസവും കൂടെ വെച്ചു കേട്ടോ. അത് ഞാൻ വീഡിയോ എടുത്തില്ല, രസം വയ്ക്കുന്നത്. അപ്പം രസം വയ്ക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല എനിക്ക്. അങ്ങനെ ഞാൻ മീൻ വറുക്കാൻ വെച്ച് ഇനി നമുക്കൊരു തോരനും കൂടെ ഉണ്ടാക്കണം. പയർ തോരനാണ്. ഞങ്ങൾ സാധാരണ ഇവിടെ പയറിനെ കുഞ്ഞുതായിട്ട് അരിഞ്ഞിട്ടാണ് ഞങ്ങളുടെ ഇങ്ങോട്ട് തെക്കൻ കേരളത്തിലോട്ട് വയ്ക്കുന്നത്. അതേസമയം കൊല്ലത്തോട്ടൊക്കെ ആണെങ്കിൽ കുറച്ചും കൂടെ പയർ നീളത്തിൽ മുറിച്ചിട്ട് അങ്ങനെ വയ്ക്കാറുമുണ്ട് കേട്ടോ. അതും ഞാൻ വെച്ചിട്ടുണ്ട്. ചേട്ടനത് ഇഷ്ടമല്ല. ചേട്ടന് ഇങ്ങനെ വയ്ക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. തേങ്ങയൊക്കെ ചിരകിയിട്ട് നന്നായിട്ടിങ്ങനെ എടുക്കുന്നതാണ് ഇഷ്ടം. മറ്റേതാന്ന് പറഞ്ഞാൽ തേങ്ങ ഇടത്തില്ല. ഇത് തേങ്ങ ഇടും കേട്ടോ. ആ നീളത്തിൽ മുറിച്ചിടുന്നതിന് തേങ്ങ ഇടത്തില്ല. ഇതാണെങ്കിൽ തേങ്ങയൊക്കെ ഇട്ട് ഇതാ കണ്ടോ ഈ ഒരു പരുവമാക്കി എടുക്കുന്നതാണ് ചേട്ടന് ഇഷ്ടം. അങ്ങനെ എണ്ണയിൽ മാത്രമാണ്, ചെറുതായിട്ട് എണ്ണ ഒഴിക്കുകയുള്ളൂ. പക്ഷേ എണ്ണയിൽ മാത്രമേ വേവിക്കുള്ളൂ, വെള്ളം ഒഴിക്കത്തില്ല കേട്ടോ. അങ്ങനെ അപ്പം അത് റെഡിയായി കഴിഞ്ഞപ്പോൾ ഞാൻ വാങ്ങിച്ച മുള്ളിൻ തല എടുത്തു. ഇവിടെ ഈ നമുക്ക് ഇതിൻ്റെ മാംസം ഇവിടെ കിട്ടത്തില്ല കേട്ടോ. ഈ മീനിൻ്റെ മാംസം നമ്മുടെ കേരളത്തിൽ ഇങ്ങോട്ട് കിട്ടത്തില്ല, ഞങ്ങളുടെ ഇങ്ങോട്ട് കിട്ടത്തില്ല. ഗൾഫ് രാജ്യങ്ങളിലോട്ട് പോവുകയാണെന്നാണ് ഞങ്ങളുടെ കുഞ്ഞുനാളെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറഞ്ഞ് ഞങ്ങൾക്കറിയാമെന്നുള്ളത്. അങ്ങനെ ഇവിടെ ഈ മീനിന് കലവ എന്നാണ് പറയുന്നത്. നിങ്ങളുടെ അവിടെ എന്താണ് പറയണതെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ അവിടെ എന്താണെന്നുള്ളത് ഞങ്ങൾ ഈ മീനിൻ്റെ പേര് കമൻറ്റ് വഴി അറിയിച്ചാൽ മതി. ചെങ്കലവയെന്നാണ് പറയുന്നത് കേട്ടോ. ചെങ്കലവയെന്നാണ് ഇവിടെയൊക്കെ പറയുന്നത്. അങ്ങനെ ഞാൻ ആ മുള്ളും തലയൊക്കെ വെട്ടി മുറിച്ച് ഒരു പരുവമാക്കി കഴുകി വൃത്തിയാക്കി എടുത്ത് എൻ്റെ മോള് തേങ്ങയൊക്കെ അരച്ച് കൊണ്ടുവന്ന് അതൊക്കെ റെഡിയാക്കി കേട്ടോ ആ സമയം കൊണ്ട്. അപ്പോൾ ഞാനും മീനൊക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ട് കൊടുത്ത് ഇനി ബാക്കി അവളങ്ങ് ചെയ്യുമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ അവൾ തന്നെയാണ് കൂടുതലും എല്ലാം. ഭയങ്കര ഹാപ്പിയാണ്. അവന് ചോറ് കൊടുക്കണമെന്ന് പറഞ്ഞപ്പം മുതലേ അവൾ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ എൻ്റെ ചേട്ടൻ ഇന്ന് പണിയില്ല കേട്ടോ. കുറേ ദിവസം കൊണ്ട് ഞാനിങ്ങനെ പ്രാഗുവാണ്. ഞങ്ങളുടെ ഇവിടെ മാത്രം എന്തേ മഴയില്ലാത്ത എന്ന് പറഞ്ഞ് എൻ്റെ പ്രാക്ക് കൊണ്ടാണോ എന്നറിയില്ല. ഇന്ന് നേരം വെളുത്തപ്പം മുതലേ മഴയാണ്. അങ്ങനെ എൻ്റെ ചേട്ടൻ ഇന്ന് പണിയില്ലാത്തത് കൊണ്ട് എനിക്ക് 2 ഇല വെട്ടിക്കിട്ടി. അല്ലെങ്കിൽ ഞാൻ പോകേണ്ട പാടത്തൊക്കെ ഇറങ്ങി. എനിക്ക് ഭയങ്കര പേടിയാണ്. ഞങ്ങളുടെ ഇവിടെ വലിയ അട്ടയുണ്ട്, അതിനെ കണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ. അപ്പോൾ അത് കാരണം ഞാൻ പാടത്ത് ഇറങ്ങത്തില്ല. അങ്ങനെ ചേട്ടനെ കൊണ്ട് തന്നെ ഇല വെട്ടിക്കൊണ്ടുവന്നു. അതിനെയൊക്കെ വാട്ടി റെഡിയാക്കി എടുത്തു. അപ്പോൾ മീൻകറി ആ സമയം കൊണ്ട് ഇവിടെ റെഡിയായി. അപ്പോൾ നമുക്ക് ഇനി അടുത്തതായിട്ട് ചോറ് ഇലയിലിട്ട് പൊതിയണം.
അപ്പോൾ എനിക്ക് പൊതിച്ചോറ് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ പൊതിയാൻ ഇഷ്ടമല്ല. എനിക്ക് പേടിയാണ്, ഇല പൊട്ടിപ്പോകുമ്പോൾ എന്നുള്ള ഒരു പേടി. വാട്ടിയാലും എനിക്ക് ഇടയ്ക്ക് അങ്ങ് പൊട്ടും കേട്ടോ. അങ്ങനെ എൻ്റെ പാറുക്കുട്ടിയാണെങ്കിൽ എൻ്റെ മോള് ചോറൊക്കെ ഇട്ടു, ചമ്മന്തി, കപ്പ, മോരുമുളക്, കൊണ്ടാട്ടം എന്നൊക്കെ പറയും, പിന്നെ പയറ് തോരൻ, മീൻ വറുത്തത്, അങ്ങനെ അച്ചാർ, മാങ്ങ അച്ചാർ കേട്ടോ, അവനിഷ്ടമാണ്. അത് കാരണം അതെല്ലാം കൂടെ ഇട്ട് റെഡിയാക്കി കൊടുത്തപ്പോൾ ചേട്ടൻ്റെ ഒരു പൊതിയാണ് ഇട്ടത്. അപ്പോൾ ചേട്ടൻ അത് പൊതിഞ്ഞു തന്നു. അങ്ങനെ ഒരു കഷ്ണം മീനൊക്കെ ഇട്ട് മീൻ കറി എടുത്തു, രസമൊക്കെ എടുത്ത്, ഇതാണ് രസം കേട്ടോ. അപ്പം രസവും എടുത്ത് ഞാൻ മോന് കൊണ്ടു കൊടുക്കാനെന്ന് പറഞ്ഞ് അങ്ങനെ അവനെ വിളിച്ച് സോഫയിലൊക്കെ വലിയ കാര്യത്തിലിരുത്തി അങ്ങനെ കൊണ്ടു കൊടുത്ത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അവൻ്റെ ചിരി കാണണം, ഞാൻ പക്ഷേ വീഡിയോ എടുത്തില്ല. അവന് വല്ലാത്തൊരു ചിരിയാണ്. അങ്ങനെ ചോറ് പൊതി തുറന്ന് കണ്ടപ്പോൾ അവൻ്റെ ചിരി സഹിക്കാൻ പറ്റില്ല. അത് കണ്ടപ്പം തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഇനിയിപ്പോൾ അവൻ കഴിച്ചില്ലേലും കുഴപ്പമില്ലാന്ന് തോന്നി, എന്നാലും അവൻ കഴിക്കണമല്ലോ, അതല്ലേ നമ്മുടെ ഒരാഗ്രഹം. അങ്ങനെ അവൻ കുറേശ്ശെയായിട്ട് എടുത്ത് കഴിച്ചു. ഭയങ്കര സന്തോഷം തോന്നി. ഞാൻ ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പം ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇനി അവൻ്റെ ഒരുപാട് ദിവസത്തെ ഒരു സ്വപ്നമാണ് നാടൻ കോഴി വാങ്ങി കറി വെച്ച് കൊടുക്കണമെന്നും. അതും ഇതുപോലെ എന്തെങ്കിലും ഒരു ദിവസം ചോദിച്ചിരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ദിവസം റെഡിയാകും അല്ലേ. നമ്മുടെ നാടല്ലേ, അപ്പോൾ കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ ഞാനും ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിലേക്ക് പോകണം കേട്ടോ. എനിക്ക് അവൻ കഴിച്ചപ്പം കൊതി ഊറുകയാണ്. അപ്പോൾ ഞാനും പോയി വേഗം കഴിക്കട്ടെ. അപ്പോൾ നിങ്ങൾക്കും കൊതിയൂറല്ലേ, വേഗം പോയി ചോറ് കഴിക്കാം നമുക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനലിൽ 3 ഷോർട്സ് വീഡിയോ എങ്കിലും കണ്ട് മിനിമം സബ് ചെയ്യുക, ലൈക്ക് അടിക്കുക, കമൻ്റ് ഇടുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സന്തോഷത്തോടെ ഞാൻ ബായ് പറയാണ്. ബായ്.